നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ചന്ദ്രമതി വക്കീലിനോട് പറഞ്ഞു, സാറേ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വക്കീൽ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ഡിവോഴ്സ് വേണോ? അതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. അയ്യോ സാറേ എനിക്കല്ല, എന്റെ മകനാന്ന് പറഞ്ഞു. എന്നിട്ട് മകൻ എവിടെ? അവൻ വന്നിട്ടില്ല സാറേ. സാറേ അവന്റെ ഭാര്യ ഉണ്ടല്ലോ, അതെ അവനെ ചതിച്ചാണ് അവനുമായിട്ടുള്ള വിവാഹം നടത്തിയതെന്ന് പറഞ്ഞു. ചതിച്ചിട്ടോ? അതേനെ, ഭയങ്കര കോടീശ്വരിയാന്നും പറഞ്ഞോണ്ട് അവന്റെ ജീവിതത്തിലേക്ക് അവള് കടന്നു വന്നേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും അവള് വഞ്ചിച്ചു. ഇത്രയും കാലം ചതിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇതൊന്നും ഞങ്ങൾക്ക് അറിയുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് അവളുടെ നാടകവും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞത്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സഹിച്ചില്ല സാറേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവളെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അല്ല, നിങ്ങളുടെ മോൻ ഈ കാര്യത്തെക്കുറിച്ച് അറിയാവോ? അവൻ അറിഞ്ഞിട്ടാണോ നിങ്ങൾ വന്നേന്ന് ചോദിച്ചു. ഹേയ്, എന്റെ തീരുമാനത്തിന് അവൻ എതിർപ്പൊന്നും പറയത്തില്ല. അവൻ എന്താണെങ്കിലും സമ്മതമായിരിക്കും എന്ന് പറഞ്ഞു. എങ്കിലേ നിങ്ങൾ മോനെയും കൂട്ടിക്കൊണ്ടു വാ, നിങ്ങളെ മോനെയും കൊണ്ട് പറഞ്ഞുവിട്, അല്ലാതെ നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അവനാണ് വന്ന് ഡിവോഴ്സിന് പെറ്റീഷൻ തണ്ടേന്ന് പറഞ്ഞു. ശരി സാറേ, ഞാൻ അവനെ പറഞ്ഞുവിടാം. ഞാൻ പറയുന്ന വാക്കിനപ്പുറത്തേക്ക് അവനൊരു വാക്കുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വക്കീലോർത്ത് ഇവരൊക്കെ എന്തെന്നുള്ളൊരു ചിന്തയായിരുന്നു വക്കീലിന്റെ മനസ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി അടുക്കളയിലേക്ക് വരുമ്പോൾ രേവതി അടുക്കള ഭയങ്കര തിരക്കിട്ട് പണിയിലാണ്. സച്ചി പിന്നീന്ന് വന്ന് രേവതി കെട്ടിപ്പിടിക്കണം. അപ്പോഴേക്കും രേവതി പെട്ടെന്ന് ഒഴിഞ്ഞു മാറി. എന്താ സച്ചേട്ടാ, എന്തായി കാണിക്കണമെന്ന് ചോദിച്ചു. ഞാനിപ്പോ എന്താ കാണിച്ചേ? എന്റെ സച്ചേട്ട ആരെങ്കിലും കാണും. കാണട്ടെ, ഞാൻ നാട്ടുകാർ പെണ്ണുങ്ങളൊന്നും അല്ല പോയി പിടിച്ചേ, എന്റെ ഭാര്യയല്ലേ പിടിച്ചേ. പിന്നെ ഇത് സച്ചേട്ട മര്യാദയ്ക്ക് വിടുന്നുണ്ടോ? അങ്ങനെ ഇപ്പൊ ഞാൻ വിടുന്നില്ല എന്ന് പറഞ്ഞു. ദേ ഞാൻ ഓടുമെന്ന് പറഞ്ഞിട്ട് രേവതി എന്ത് ചെയ്തു? കൈ തട്ടി മാറ്റി കുതിർക്കൊണ്ട് ഓടുവാണ്. ദേ സച്ചേട്ടാ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതൊരു കൂട്ടുകുടുംബമാണെന്നുള്ള കാര്യം. അറിയാലോ സച്ചേട്ടൻ. ഈ കൂട്ടുകുടുംബം ഒന്നുകൂടെ ഒന്നേ വിസ്താരപ്പെടുത്തണമെങ്കിലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം, അതുകൊണ്ടാന്ന് പറഞ്ഞു. എന്റെ സച്ചേട്ടാ, സച്ചേട്ടനോട് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞു. നശിപ്പിച്ചു. നല്ലൊരു മൂടൊക്കെ ആക്കി വന്ന അപ്പത്തിനും അത് നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു. പിന്നീട് സച്ചി പറഞ്ഞു, ഞാനൊരു കാര്യം എപ്പോഴാ പറയാൻ മറന്നുപോയത്. അതെ, ദേവുവിനെ ഞാൻ കണ്ടായിരുന്നു പറഞ്ഞു. സച്ചേട്ടനും ദേവുവിനെ കണ്ടായിരുന്നോ? അതെ. ഞാനിന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ആണോ? എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലോ? അത് പറയണം, ഞാൻ മറന്നുപോയായിരുന്നു പറഞ്ഞു. സച്ചേട്ടാ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം അറിഞ്ഞു പറഞ്ഞു. എന്ത് കാര്യം? സച്ചേട്ടൻ ഇവിടെ ഇരിക്കുക പറയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിനെ പിടിച്ച് അവിടെ ഇരുത്തി. അല്ല, കാര്യം പറഞ്ഞില്ല. അതെ, ദേവുവിനൊരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. ഇഷ്ടോ? ആരോട്? അല്ല, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഒരു ഇഷ്ടമാണെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, അതൊന്നും ശരിയാകത്തൊന്നുമില്ല. ഈ പ്രേമോ കല്യാണമോ ഒന്നും ശരിയാകത്തില്ല. അത് കേട്ടപ്പോൾ ഇനിയിപ്പോൾ രേവതി പറഞ്ഞു, സച്ചേട്ടൻ എന്തിനാ തോക്കി കയറി വെടിവെക്കുന്നേ? ഒരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അതെ, ഇത്രയും നാളും പോറ്റി വളർത്തിയ കാർന്നമാരെയൊക്കെ ധിക്കരിച്ച് ഇറങ്ങി പോകുന്നതല്ലേ, അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്റെ സച്ചേട്ടാ, സച്ചേട്ടൻ ഇപ്പോഴും ആ സ്വഭാവം മാറിയിട്ടില്ലേ? പണ്ട് സച്ചേട്ടൻ പ്രേമിക്കുന്നവരെ ഒന്നും കാരണത്ത് കേട്ടില്ലായിരുന്നല്ലോ, ഇപ്പോഴും അതുപോലെ തന്നെയാണോന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, നിനക്ക് എന്താണെങ്കിലും ഈ പ്രേമിക്കുന്നവരോടൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും, അതുകൊണ്ടാണല്ലോ വർഷയെ ശ്രീകാന്തിനെ തമ്മിൽ ഒന്നിപ്പിച്ചെന്ന് ചോദിച്ചു. അവരുടെ കല്യാണം നടത്തി കൊടുത്തേ. രേവതി പറഞ്ഞു, സച്ചേട്ടാ വെറുതെ അനാവശ്യം പറയരുത്, ഞാൻ അവരുടെ കല്യാണം ഒന്നും നടത്തി കൊടുത്തിട്ടൊന്നുമില്ല. അത് എത്ര തവണ പറയണം? അപ്പൊ സച്ചേട്ടൻ കഴിഞ്ഞിടയ്ക്ക് മാളുവിന്റെ ഫെബിന്റെ കല്യാണം നടത്താനായിട്ട് മുൻപന്തി നിന്നതോ? എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തോ? അതോ? അത് പിന്നെ അവര് നല്ല ജെന്യുവൻ ആയിട്ടുള്ള പ്രേമമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ അല്ലാതെ മാളുവിനെ അവൻ ചതിക്കില്ല എന്ന് എനിക്ക് വിശ്വാസം വന്നോണ്ടാ, അതെല്ലാം ഞാൻ അന്വേഷിച്ചിട്ടൊക്കെയല്ലേ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് എങ്ങാനും ദേവുവിന് വല്ല അബദ്ധവും പറ്റിയാലോ, അത് ഓർത്തിട്ടാ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അതെ, ദേവുവിന് എന്താണെങ്കിലും അബദ്ധമൊന്നും പറ്റില്ല. അല്ല, ആരെ എന്താന്നൊക്കെ നിന്നോട് പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല സച്ചേട്ടാന്ന് പറഞ്ഞു. അതെന്താ? അല്ല, അതൊക്കെ നിശ്ചയത്തിന് മുമ്പ് പറയാന്നൊക്കെ പറഞ്ഞു പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, എനിക്കെന്തോ എനിക്ക് അത്ര താല്പര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അവളെന്താണെങ്കിലും അങ്ങനെയൊന്നും പോകത്തില്ല എന്നുള്ള കാര്യം സച്ചേട്ടൻ അറിയാലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം രാത്രിയായി കഴിഞ്ഞപ്പോൾ ഭാമ കിടന്ന് നല്ല ഉറക്കമാണ്. ഉറക്കത്തിൽ പെട്ടെന്ന് ഭാമ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റു. ശ്രുതിയാണെങ്കിലോ ആത്മഹത്യ ചെയ്യാനായിട്ട് കഴുത്തെ കയറിട്ടു. ഒടുവിലെ ശ്രുതി ആത്മഹത്യ ചെയ്യുന്ന രംഗം അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭാമ ചാടി എഴുന്നേറ്റു. ഭാമയ്ക്കാണ് പിന്നെ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ദൈവമേ, എന്താ ചെയ്യണ്ടേ? ചന്ദ്രമതിയോട് വിളിച്ചിട്ട് പറഞ്ഞാലോ ശ്രുതി തന്നെ കാണാൻ വന്നെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടെന്നുള്ള കാര്യം? അത് ശരിയാവത്തില്ല. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവൾ തന്നെ ചീത്ത പറയും. അവളെ ഇറക്കി വിടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കും. ഒരു കാര്യം ചെയ്യാം, ശ്രുതിയെ വിളിക്കാം, എന്നിട്ട് ചന്ദ്രയുടെ നീക്കം എന്താണെന്ന് അത് പറയാന്ന്. ഈ സമയത്ത് ശ്രുതിയാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ശ്രുതിക്ക് രാത്രി ഉറക്കമില്ലല്ലോ. അങ്ങനെ
ഭാമ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതി കോളെടുത്തു. എന്താ ആൻറ്റി, എന്താ കാര്യം? അത് പിന്നെ മോളെ, ചന്ദ്രയുടെ നീക്കങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ചന്ദ്ര സുധിയെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാനാ തീരുമാനിച്ചിരിക്കുന്നത്. വേറെ കല്യാണം കഴിപ്പിക്കാനോ? അതെ, കോടീശ്വരപുത്രിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട്. നിന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് സുധിയെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാനാ നീക്കമെന്ന് പറഞ്ഞു. അത് കേട്ട് ഇനിയിപ്പോൾ ശ്രുതി ചോദിച്ചു, സത്യമാണോ ആൻറ്റി പറയണേ? ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞേ. അതിപ്പം എനിക്ക് നിന്നോട് പറയാതെ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയണേ. എന്ത് ചെയ്യാൻ പറ്റും? മോളൊരു കാര്യം ചെയ്യുക, എന്താന്ന് വെച്ചാൽ പോയി സുധിയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. എന്നോട് പറഞ്ഞ കാര്യം ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്, ഇനി എന്നെ അവസാനം കുറ്റപ്പെടുത്തിയേക്കല്ലോ എന്നൊക്കെ പറഞ്ഞു ഭാമ കോള് കട്ട് ചെയ്തു. ശ്രുതിയുടെ ഉള്ള ഉറക്കം കൂടെ നഷ്ടപ്പെട്ടു. അവനെ താനങ്ങനെ വേറെ കല്യാണം കഴിക്കാൻ സമ്മതിപ്പിക്കില്ല, ഒരു കാരണവശാലും സമ്മതിക്കില്ല. കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ശ്രുതി ആരാന്ന് കാണിച്ചു കൊടുക്കാം, നാളെ നേരം വെളുക്കട്ടെ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്ത ഉടനെ തന്നെ ശ്രുതി എന്ത് ചെയ്തു, നേരെ ഷോപ്പിലേക്ക് പോവാണ് ശ്രുതിയെ കാണാനായിട്ട്. അങ്ങനെ അവിടെ ചെന്ന് ശ്രുതിയെ കണ്ടപടി തന്നെ ശ്രുതി ചോദിച്ചു, അല്ല ശ്രുതിയുടെ പ്ലാൻ എന്താന്ന് ചോദിച്ചു. എന്ത്? അല്ല ശ്രുതി ഇത് എന്തു ഭാവിച്ച? അല്ല കാര്യം എന്താ വെച്ചാ പറഞ്ഞില്ല. കാര്യം എന്താന്ന് അറിയില്ലല്ലേ? അപ്പൊ നിങ്ങളുടെ തീരുമാനം എന്താ? ദേ ശ്രുതി, രാവിലെ വന്നിട്ട് ഒരുമാതിരി വർത്താനം പറയരുത്. കാര്യം എന്താ വെച്ചാ പറ. എന്താന്നോ? ദേ നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവല്ലേ? നിങ്ങൾക്ക് കോടീശ്വരിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കണോ അല്ലേ? ദേ ശ്രുതി, വെറുതെ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ രാവിലെ വന്നിട്ട്. ഞാൻ അനാവശ്യമൊന്നുമല്ല പറഞ്ഞേ, ഉള്ള കാര്യമാണ് പറഞ്ഞേ. നിങ്ങൾ വക്കീലിനെ കാണാൻ പോയില്ലേ എനിക്ക് ഡിവോഴ്സ് തരാൻ വേണ്ടിയിട്ട്? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ജീവനോടെ നടക്കില്ല എന്ന് പറഞ്ഞു. ശ്രുതി, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പിന്നെ എങ്ങനെയാ? അപ്പൊ നിങ്ങൾ വക്കീലിനെ കാണാൻ പോയില്ലേ? ഞാൻ പോയില്ല. എങ്കിൽ നിങ്ങളുടെ അമ്മ കാണാൻ പോയിട്ടുണ്ട്. നിങ്ങളുടെ അമ്മ കാണാൻ പോയിട്ട് എന്താ പറഞ്ഞെന്നറിയാവോ? എന്നെ ഡിവോഴ്സ് ചെയ്യണമെന്ന്. എന്നിട്ടോ നിങ്ങളെ ഒരു കോടീശ്വരപുത്രിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല ശ്രുതി. അറിഞ്ഞാലും അറിഞ്ഞില്ലേലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല. ഞാൻ മാത്രമല്ല പിന്നെ ശ്രുതിയും ഉണ്ടായിരിക്കില്ല. നിങ്ങളെ ഞാൻ കൊല്ലും, മനസ്സിലായല്ലോ? പിന്നെ നിങ്ങളും ഭൂമി ജീവനോടെ ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞ് വിളിച്ചിട്ടാണ് ശ്രുതി അവിടെ നിന്ന് പോകുന്നേ. ശ്രുതിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി നേരെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് രവീന്ദ്രൻ കാല കുഴമ്പൊക്കെ തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സച്ചിൻ രേവതി അരികിലുണ്ട്. ആ സമയം ശ്രുതി അങ്ങോട്ട് വന്നു. ശ്രുതി വന്നിട്ട് അമ്മയെന്നും പറഞ്ഞ് വിളിക്കുവാണ്. ആ ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്താ കാര്യം? അമ്മ മുറിയിലേക്കൊന്ന് വന്നേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, എന്താടാ നിനക്ക് ഇവിടെ വെച്ച് പറഞ്ഞാല്? ഇതൊരു കൂട്ടുകൂടുമ്പോ എന്നുള്ള കാര്യം അറിയാൻ മേലെ, എന്തേലും പറയാണ്ട് ഇവിടെ വെച്ച് പറ. ഇവിടെ രഹസ്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു, അതെ ഇവിടെ വെച്ച് പറയാൻ പാടില്ലാത്ത കാര്യമായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതെന്താ ഇത്ര വലിയ കാര്യം ഇവിടെ വെച്ച് പറയാൻ പാടില്ലാത്ത? ഞങ്ങൾ അറിയാൻ പാടില്ലാത്ത എന്ത് കാര്യമുള്ളേ? സച്ചി പറഞ്ഞു, എൻ്റെ അച്ഛാ, ഇവരിങ്ങനെ പല തന്ത്രങ്ങളും ഒപ്പിക്കും, ഒടുവിൽ എന്ത് ചെയ്യും? അതെല്ലാം പുറത്തു വരും, എന്നിട്ട് കരഞ്ഞുകൊണ്ട് നടക്കും. അതല്ലേ സാധാരണ നമ്മൾ കാണുന്നേ. ഇത്തവണ അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു. ചന്ദ്രമതിക്ക് അതിൽ അടിയായിപ്പോയി. ചന്ദ്രമതി പെട്ടെന്ന് ശ്രുതിയോട് പറഞ്ഞു, എടാ എന്താന്ന് വെച്ചാൽ നീ ഞങ്ങളെ ഉന്നയിച്ച് തുറന്നു പറ. അവൻ പറഞ്ഞു കേട്ടില്ലേ, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നീ ഞങ്ങൾ തുറന്നു പറയാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, അമ്മ വക്കീലിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ചോദിച്ചു. രവീന്ദ്ര ചോദിച്ചു, നീ എന്തിനാടി ഈ പ്രായത്തിൽ വക്കീലിനെ കാണാൻ പോയത്? ഇനി എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റോ ആണോ? സച്ചി പറഞ്ഞു, എൻ്റെ അച്ഛാ, ആ കാര്യം ഓർത്ത് അച്ഛൻ പേടിക്കണ്ട. എന്താണെങ്കിലും അതിനൊന്നും അമ്മ മുതിരില്ല. പക്ഷെ വക്കീലിനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ശ്രുതിയും തമ്മിലുള്ള ഡിവോഴ്സിന് വേണ്ടിയിട്ടായിരിക്കും, അതിന് വേണ്ടിയിട്ടായിരിക്കും പോയിട്ടുള്ളതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, സത്യമാണോ ചന്ദ്രേ? ഞാൻ ഈ കേൾക്കണ സത്യമാണോ എന്ന് ചോദിച്ചു. അതെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എടി നീ എന്തിനാ പോയത്? അതോ അതെന്തിനാന്ന് വെച്ചാ ഇവരുടെ രണ്ടുപേരുടെയും ഡിവോഴ്സ് നടത്തണം. ശ്രുതിയുടെ ഡിവോഴ്സ് നടത്താനോ? നിനക്കെന്താ തനിക്ക് ഭ്രാന്തായി ചന്ദ്രൻ ചോദിച്ചു. പിന്നെ ഭ്രാന്തൊന്നുമല്ല, അവളെ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ പറഞ്ഞു വിടണം. അതിന് നീ അല്ലല്ലോ ഡിവോഴ്സിന് കൊടുക്കണ്ടേ, അവനല്ലേ. അതിന് അവന് സമ്മതമാണോ നീ ചോദിച്ചോ? അവന്റെ സമ്മതം ചോദിച്ചോ? പിന്നെ എൻ്റെ മകന് ഞാൻ പറയുന്നതിൽ അപ്പുറം ഒരു വാക്കില്ല. ഞാൻ പറഞ്ഞാൽ അതല്ല അതിലപ്പുറം അവൻ ചെയ്യൂന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി ആകെപ്പാടെ ഞെട്ടിത്തെറിച്ച് നിൽക്കും, എന്ത് ചെയ്യണം എന്നറിയില്ലാതെ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.